ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുകളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ എഴുതാനായിട്ട് സ്ഥലം തന്നിട്ടുണ്ട്. അവിടെ തെറ്റാതെ എഴുതുക കേട്ടോ. ഓരോ പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് നോക്കാം. പ്രവർത്തനം 1, പട്ടം പൂരിപ്പിക്കുക. വരയ്ക്കാം, നിറം നൽകാം, എഴുതാം. നോക്കിയ കൂട്ടുകാരെ, ഇവിടെ മനോഹരമായൊരു പട്ടമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം കുത്തുകളിലൂടെ വരയ്ക്കുക, അതിനുശേഷം നിറം കൊടുത്തോളൂ. പിന്നെ ഞാൻ ആര്, പട്ടം ചോദിക്കുകയാണ്, ഞാൻ ആരാണ്. അപ്പോൾ പട്ടം എന്ന് കൂട്ടുകാരിവിടെ എഴുതുക. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം കൂട്ടുകാർക്ക് നിറം നൽകാനും പേരെഴുതാനും ഒക്കെ ആയിരിക്കണം. അപ്പോൾ കൂട്ടുകാർ നിറങ്ങളൊക്കെ കൊണ്ടുപോവുക. കൃത്യമായ നിറങ്ങൾ തന്നെ ഓരോ ചിത്രങ്ങൾക്കും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 2, പട്ടം വരച്ച് എഴുതാം. പട്ടം വരയ്ക്കാം, നിറം നൽകാം, എഴുതാം. ഇവിടെ നോക്കിയേ, സംഭാഷണമാണ് നമുക്ക് അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. പട്ടവും ചെടിയും തമ്മിലുള്ള സംഭാഷണം. ചെടി ചോദിക്കുകയാണ്, നീ ആരാ? അപ്പോൾ പട്ടം പറയാണ്, ഞാൻ പട്ടം. അപ്പോൾ ചെടി പിന്നെയും ചോദിക്കുകയാണ്, നീ എങ്ങനെ ഇവിടെ വന്നു? അപ്പോൾ പട്ടം പറയുകയാണ്, ഞാൻ പറന്നു വന്നു. അപ്പോൾ കൂട്ടുകാർക്ക് കോൺവെർസേഷൻ, അതായത് സംഭാഷണം എഴുതാനായിട്ട് എക്സാമിന് ചോദിക്കാം, പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അടുത്ത് നോക്കിയ പ്രവർത്തനം 3, പട്ടം കണ്ടത്. പട്ടം കണ്ടത് എന്തൊക്കെയാണ്? മനോഹരമായ ചിത്രമാണല്ലേ കൂട്ടുകാരെ. മലകളും താഴ്വാരങ്ങളും പിന്നെയോ കളകളമൊഴുകുന്ന പുഴയും റോഡും അതിലൂടെ നിറയെ ചീറിപ്പായുന്ന വാഹനങ്ങളും കുഞ്ഞു കുഞ്ഞു വീടുകളും പക്ഷികളും മരങ്ങളും പൂക്കളും ഒക്കെ പട്ടം കണ്ടു. ഇത് നമുക്ക് എഴുതി നോക്കാം. എഴുതിക്കോളൂ. ഇതൊരു മനോഹരമായ പ്രകൃതി ദൃശ്യമാണ്. ആകാശത്ത് പട്ടം പറന്നു നടക്കുന്നു. മലയുടെ അടുത്തായി ഒരു നദി ഒഴുകുന്നു. മരത്തിൽ 2 പക്ഷികൾ ഇരിക്കുകയാണ്. റോഡിൽ കാറും ലോറിയും പോകുന്നു. നദിയിൽ ഒരു തവളയുണ്ട്. ഭംഗിയുള്ള ഒത്തിരി പൂക്കളെയും കാണാം. പിന്നെ ഈ ദൃശ്യം വളരെ മനോഹരമാണ് അല്ലേ? അതെ. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് ചിത്രം തന്നിരുന്നാൽ വിവരണം എഴുതാനായിട്ട് ചോദിക്കാം. അപ്പോൾ കൂട്ടുകാരതും പഠിക്കാം. അടുത്തു നോക്കിയ പ്രവർത്തനം 4, ചിത്രം തിരിച്ചറിഞ്ഞ് പേരുകൾ എഴുതുക. ആദ്യം കണ്ടോ, പൊന്മാൻ. പൊന്മാൻ എന്താ കഴിക്കുന്നത്? മീനിനെയാണ് ആഹാരമാക്കുന്നത്. വരച്ചു ചേർക്കണം കേട്ടോ. കോഴിയോ പുഴുക്കളെയൊക്കെ ആഹാരമാക്കാറുണ്ട്. വരച്ചു ചേർക്കാം. തത്ത വാഴപ്പഴം കഴിക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് വരച്ചു ചേർക്കാം. ചുള്ളൻ, ഇത് പൂവിൽ നിന്ന് തേനാണ് കുടിക്കുന്നത്. അതും വരച്ചു ചേർക്കാം. ഇനി നോക്കിയേ, വട്ടം വരയ്ക്കാം. നീലത്തൂവൽ, നീലക്കാല് മീൻ തിന്നും. ഞാൻ ആരാണ്? ആരാണ്? പൊന്മാൻ. വട്ടം വരച്ചോളൂ. അടുത്ത് നോക്കിയ കൂട്ടുകാരെ, പ്രവർത്തനം 5, പറന്നെത്തുന്നവർ. പൂക്കളിൽ നിന്ന് തേനുകുരാനായിട്ട് പറന്നെത്തുന്നത് ആരൊക്കെയാണ്? ചിത്രത്തിൽ ഒത്തിരി പേര് തന്നിട്ടുണ്ട്. തേനീച്ച, താറാവ്, ഉറുമ്പ്, കോഴി, ചിത്രശലഭം, തേൻകുരുവി, മുയൽ, മൂങ്ങ, അങ്ങനെ ഒത്തിരി പേർ. ഇതിൽ ഏകദേശം പേരും പറക്കുന്നവരാണ്. എന്നാൽ പൂവിൽ നിന്ന് തേനുകുരുന്നത് ആരൊക്കെയാണ്? എഴുതാം. തേനീച്ച, ചിത്രശലഭം, തേൻകുരുവി. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് കൂട്ടുകാരുടെ ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. കൂട്ടുകാർക്ക് ചിത്രം തന്നിരുന്നാൽ വിവരണം എഴുതാൻ പഠിക്കാം. പിന്നെയോ സംഭാഷണം എഴുതാൻ, വരികൾ കൂട്ടിച്ചേർക്കാൻ, പിന്നെ എന്താ കൂട്ടുകാരെ, നിറം നൽകാൻ, പിന്നെ കൂട്ടത്തിൽപ്പെടാത്തത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാൻ, ഇങ്ങനെയൊക്കെ കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കാം. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്